എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് 2026 ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് 28/2/2026 അവസാനിച്ചു. 1-3-2026 ഞായറാഴ്ച, 2-3-2026 തിങ്കളാഴ്ച എന്നീ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും അവധിയായിരിക്കും. ആറ്റുകുൽ പൊങ്കാല പ്രമാണിച്ച് തിരുവനന്തപുരം ജില്ലയിൽ റേഷൻ കടകൾ 3-ാം തീയതിയും അവധിയായിരിക്കും. തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും 2026 മാർച്ച് മാസത്തെ റേഷൻ വിതരണം 3-ാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ്. എല്ലാ വിഭാഗം റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. നീല വെള്ള റേഷൻ കാർഡിന് അധിക അരി അനുവദിച്ചിട്ടുണ്ട്. കുറഞ്ഞ തൂക്കത്തിനാണ് എങ്കിലും. അപ്പോൾ ഓരോ റേഷൻ കാർഡിനും വിഹിതങ്ങൾ നോക്കുകയാണ് എങ്കിൽ AAY മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലും മഞ്ഞ റേഷൻ കാർഡിനുണ്ട്. PHS മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിൽ മൊത്തം അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട 1 പാക്കറ്റിന് 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. 4 അതിൽ കുറവോ അംഗങ്ങളാണ് പിങ്ക് റേഷൻ കാർഡിൽ ഉള്ളത് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല, ആട്ട മാത്രമാണ് ലഭിക്കുക. പൊതുവിഭാഗം സബ്സിഡി NPS നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഓരോ അംഗത്തിനും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ റേഷൻ കാർഡിൽ 2 കിലോ വീതം സ്പെഷ്യൽ അരി കൂടി അനുവദിച്ചിട്ടുണ്ട്. കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 2 കിലോ അധിക അരി ലഭിക്കും. അതായത് താലൂക്കിലെ ലഭ്യതയ്ക്കനുസരിച്ച് 1 മുതൽ 4 വരെ ആട്ട 17 രൂപ നിരക്കിലും നീല റേഷൻ കാർഡിനുണ്ട്. വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 1 മുതൽ 4 വരെ ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കും. NPI ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 1 ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കും. ഇങ്ങനെയാണ് റേഷൻ കാർഡുള്ള ആളുകൾക്ക്, എല്ലാ റേഷൻ കാർഡുള്ളവർക്കും മാർച്ച് മാസത്തിൽ അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതം. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് ഫെബ്രുവരി മാസത്തെ റേഷൻ അവസാനിച്ചു. ഞായറാഴ്ച നാളെയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും റേഷൻ കട അവധിയാണ്. തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് ചൊവ്വാഴ്ച ദിവസവും 3 ദിവസം തുടർച്ചയായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ അവധിയാണ്. ബാക്കിയുള്ള എല്ലാ ജില്ലയും, തിരുവനന്തപുരം ജില്ല ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ചൊവ്വാഴ്ച മുതൽ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. തിരുവനന്തപുരത്ത് ബുധനാഴ്ചയും മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഓരോ റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ളത്. എല്ലാ റേഷൻ കാർഡിനും അത്യാവശ്യം സാധനങ്ങളുണ്ട്. 4 കിലോ വരെ ആട്ടയാണ് നീല വെള്ള റേഷൻ കാർഡിനുള്ളത്. 6 കിലോ അരിയും വെള്ള റേഷൻ കാർഡിനുണ്ട്. 10 കിലോ വിഹിതം വെള്ള റേഷൻ കാർഡിന് തന്നെ ഉണ്ട് ഈ മാസം എന്നുള്ളതാണ്. അതേസമയം സപ്ലൈകോയുടെ വിതരണം തിങ്കളാഴ്ച മുതൽ തന്നെ ആരംഭിക്കുന്നതുമാണ്. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.